ഇപ്പോൾ ചർച്ചകളിൽ ഏറ്റവും വന്ന് കത്തി നിൽക്കുന്നത് ഹണിറോസും അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറുമാണ്. ഹണിറോസ് ഇന്നലെ രാഹുൽ ഈശ്വറിനെതിരെ ആദ്യം ബോച്ചയ്ക്കെതിരെ പരാതി നൽകി. അതിന് പിന്നാലെ ഇന്നലെ രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ഭയം അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഈശ്വർ. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. അതിന്മേൽ എന്തായിരിക്കാം ഇനി പോലീസ് എടുക്കാൻ പോകുന്ന തുടർ നടപടികൾ എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എന്തായാലും കൂടുതൽ പരാതികൾ രാഹുൽ ഈശ്വറിനെതിരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, നടിയുടെ പരാതി അടക്കമുള്ള കാര്യങ്ങളിൽ. അപ്പോൾ പോലീസ് ഒരു ശക്തമായ നടപടിയിലേക്ക് പോകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ജാമ്യ ഹർജി സമർപ്പിക്കുന്നത് എപ്പോഴാണ്, അതോ സമർപ്പിച്ചോ? ഇനിയുള്ള പ്രോസിക്യൂഷൻ്റെയൊക്കെ നീക്കം, പോലീസിൻ്റെയൊക്കെ നീക്കം എന്താണ് പ്രതീക്ഷിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നതായിരുന്നു ഹണിറോസ് രാഹുൽ ഈശ്വറിനെതിരെ നൽകിയ പരാതി. ഈ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. നേരിട്ട് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം. ആ നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് പോലീസ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും. ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുകയാണ്. നാളെ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിൽ കോടതി എടുക്കുന്ന സമീപനം, അതോടൊപ്പം തന്നെ പോലീസ് സമർപ്പിക്കാൻ ഇരിക്കുന്ന റിപ്പോർട്ട്, ഇതൊക്കെ വളരെ പ്രസക്തമാണ്. അതിനു മുന്നോടിയായിട്ടാണ് പോലീസ് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത്. നേരത്തെ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകി അതിൽ കേസെടുത്ത് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച ഘട്ടത്തിലാണ് ചർച്ചകളിൽ രാഹുൽ ഈശ്വർ പ്രത്യക്ഷപ്പെടുന്നതും അവിടെ എത്തി ചില പരാമർശങ്ങൾ നടിക്കെതിരെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഹണി റോസ് ഈ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു, ഇത്തരത്തിൽ ബോധപൂർവം തന്നെ അവഹേളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇക്കാര്യങ്ങൾ വന്നു നിന്ന് പറയുകയാണ്. ഇതുവഴി ഇത്തരത്തിൽ പരാതിയുമായി പോകുന്ന സ്ത്രീകൾക്ക് നേരെ, അല്ലെങ്കിൽ സ്ത്രീകളെ കടിഞ്ഞാണിടുകയാണ് ലക്ഷ്യം. അത്തരം കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. രാഹുൽ ഈശ്വറും അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെയും ഒരു PR ഏജൻസികളും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ പറയുന്നത്, അല്ലെങ്കിൽ അക്കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലിപ്പോൾ പോലീസിന്റെ നടപടി വളരെ സുപ്രധാനമാണ്. ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത്. നിയമോപദേശം കിട്ടി നേരിട്ട് കേസെടുക്കാൻ കഴിയുമെന്ന നിയമോപദേശമാണെങ്കിൽ ഉടൻ. വിമർശനത്തിന് അതീതയല്ല നടി, അത് പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി തന്നെ അതിന് ആനുകൂല്യമുണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി പ്രതികരണം തേടിയപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത്. പക്ഷേ അതൊക്കെ അതിനുള്ള സാധ്യത ആ രീതിയിൽ തന്നെയാണ് ഹണിറോസിന്റെ പരാതി വരുന്നത്. സമൂഹ മാധ്യമങ്ങൾ തനിക്കെതിരെ ഒരു ക്രൗഡിന്റെ ഒരു അഭിപ്രായ രൂപീകരണത്തിനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഹണിറോസ് പരാതിയും നൽകിയിരിക്കുന്നത്. അപ്പം ഇത് ഒരുപക്ഷെ സൈബർ പോലീസിലേക്ക്, ഒരു സൈബർ അധിക്ഷേപം അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ സൈബർ പോലീസിന് കൈമാറാനുള്ള സാധ്യതയും നേരത്തെ പ്രദീപ് ജോസഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഈ ഇരയുടെ ഒരു പരാതിയാണ് ഇരയെ അവഹേളിക്കുക എന്ന, ഇരയോട് ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് അതിലെ പ്രതിയായ ആൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതിൽ പോലും കോടതി വളരെ ശക്തമായ നടപടിയിലേക്ക് പോകുമ്പോൾ അതിന് പിന്നാലെ വരുന്ന ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഏത് രീതിയിൽ പോലീസും ഒക്കെ ഇടപെട്ടേക്കാം എന്നതാണ്, അത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിലേക്കൊക്കെയാണോ രാഹുലിൻ്റെ മുൻകൂട്ടിയുള്ള നീക്കങ്ങൾ? രാഹുൽ, തീർച്ചയായും. കാരണം ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൈബർ പോലീസിന് കൈമാറിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കവും സെൻട്രൽ പോലീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങൾ, അശ്ലീല പരാമർശങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമാണ്. അത് സോഷ്യൽ മീഡിയയിൽ വിസിബിൾ ആയിട്ടുള്ള തെളിവുകളാണ്, പ്രകടമാണ്. അതിലാണ് ഒരു നടി പരാതി കൊടുക്കുന്നത്. ആ പരാതിയിൽ പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ വന്ന് ചില പരാമർശങ്ങൾ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇത്തരം പരാതികളുമായി വരുന്ന സ്ത്രീകൾക്ക് നേരെ ഉള്ള, അല്ലെങ്കിൽ അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു സമീപനമാണ് എന്നതാണ് ഹണിറോസിന്റെ പരാതിയിൽ പറയുന്നത്. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നത് ഒരു വരി പോലും മോശമായി പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത്. പറഞ്ഞിട്ടില്ല, തനിക്ക് ഭരണഘടന അനുവദിക്കുന്ന പറയാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ആ വിമർശനം നടത്തിയതെന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട്. പക്ഷേ എന്നാലും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ മുന്നോട്ട് പോവുകയാണ്.